ഹലോ, ഞാൻ ജുബേരിയ ഫിറോസ്. പ്രോഗ്രസീവ് എഡിഷൻ ലെൻസിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ഇത്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോഗ്രസീവ് സെൻട്രേഷൻ ചാർട്ടിനെ കുറിച്ചാണ്. പ്രോഗ്രസീവ് സെൻട്രേഷൻ ചാർട്ട് അധികാരം അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഈ വീഡിയോയിൽ നമ്മൾ ഇതിന്റെ പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻസ്, എന്തൊക്കെ യൂസസ് ആണ് ഒരു സെൻട്രേഷൻ ചാർട്ടിനെ കൊണ്ട് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. സെൻട്രേഷൻ ചാർട്ട്സ് ഇപ്പം നമുക്ക് ഓരോ കമ്പനിക്കും ഓരോ ലെൻസസിനും ഓരോ ബ്രാൻഡിനും ഡിഫറെൻറ്റ് ലെൻസസ് ആയിരിക്കും. ആ ലെൻസസിൻ്റെ ഫിറ്റിംഗ് ഹൈറ്റ്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ PD മെഷർമെൻറ്റ്സ്, ഫിറ്റിംഗ് ക്രോസ് അലൈൻമെൻറ്റ് ഇതെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെൻട്രേഷൻ ചാർട്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് ചെക്ക് ഔട്ട് ദാറ്റ്. So this is a progressive decentration chart or centration chart എന്നൊക്കെ പറയും. ഈ പ്രോഗ്രസീവ് സെൻട്രേഷൻ ചാർട്ടിന് പ്രോഗ്രസീവ് ഡിസ്പെൻസിങ്ങിൽ വളരെ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ യൂഷ്വലി നമ്മൾ പ്രാക്ടിക്കലി റെഗുലറായിട്ട് ഇത് യൂസ് ചെയ്യാറില്ല. ഇതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇതിൽ ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞുതരാം. ഈ സെൻട്രേഷൻ ചാർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോ സെൻട്രേഷൻ ചാർട്ടും ഓരോ ലെൻസിനും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇത് ഞാൻ കാണിക്കുന്നത് കൊഡാക്കിൻ്റെ ഒരു ലെൻസിൻ്റെ സെൻട്രേഷൻ ചാർട്ടാണ്. ഇത് കൊഡാക്കിൻ്റെ ലെൻസസിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സെൻട്രേഷൻ ചാർട്ട്. നമ്മൾ SLR എടുക്കുക, നിക്കോൺ എടുക്കുക, ഹോയയുടെ ലെൻസസ് എടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് ഓരോ ലെൻസിനും അതിൻ്റെതായിട്ടുള്ള സെൻട്രേഷൻ ചാർട്ട്സ് ഉണ്ടാകും. ഈ സെൻട്രേഷൻ ചാർട്ട്സിൽ നമുക്ക് രണ്ട് സൈഡിലും രണ്ട് സർക്കിൾസ് കാണാം. അത് ഒന്ന് ലെഫ്റ്റ് ലെൻസിൻ്റെ സെൻട്രേഷൻ ചെക്ക് ചെയ്യാനും മറ്റൊന്ന് റൈറ്റ് ലെൻസിൻ്റെ സെൻട്രേഷൻ അഥവാ മെഷർമെൻറ്റ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും. പിന്നെ നമുക്ക് സെൻറ്ററിൽ ഒരു സെൻട്രേഷൻ സ്കെയിൽ ഉണ്ടാവും. സെൻട്രേഷൻ സ്കെയിൽ ഇതിൽ നമുക്കൊരു 2-3 മെഷർമെൻറ്റ്സ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും 1 by 1 നമുക്കിങ്ങനെ പറഞ്ഞു നോക്കാം. ആദ്യമായിട്ട് ഈ സർക്കിൾസിനെ കുറിച്ച് പറയാം. ഇതിപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഒരു പ്രോഗ്രസീവ് ഡിസൈനിങ് ആണ് ഈ കാണിക്കുന്നത് അല്ലേ. ഒരു ഡിസ്റ്റൻസ് സർക്കിൾ ഉണ്ട്, അതിന് തൊട്ട് താഴെ ഫിറ്റിംഗ് ക്രോസ് ഉണ്ട്, അതിന് തൊട്ട് താഴെ പ്രിസം റെഫറൻസ് പോയിന്റ് ഉണ്ട്, പിന്നെ നമ്മുടെ ഈ ഫിറ്റിംഗ് അലൈൻമെന്റ് ലൈൻ ഉണ്ട്. ഈ സൈഡിൽ L എന്ന് സൂചിപ്പിക്കുന്നുണ്ട്, ദാറ്റ് ഇസ് എ ലെഫ്റ്റ് ലെൻസ് എന്ന് നമുക്കറിയാം. ഈ താഴെ കാണിക്കുന്നത് നിയർ വിഷൻ സോൺ ആണ്. അതിൽ 13, 15, 17, 19, 21, 14, 16, 18, 20 ഈ നമ്പേഴ്സ് ഒക്കെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അത് ഫിറ്റിംഗ് ഹൈറ്റ് ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പം ഇത്രയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും. ഇനി വാട്ട് ആർ ദീസ് കോൺസെൻട്രിക് ലൈൻസ്? ഈ കോൺസെൻട്രിക് ലൈൻസ് എന്ന് പറയുന്നത് ലെൻസിൻ്റെ ഡയമീറ്റർ മെഷർമെൻ്റ് ആണ്. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു അൺകട്ട് ലെൻസ് ഉണ്ട്. ഞാൻ ഈ അൺകട്ട് ലെൻസ് ഇവിടെ വെക്കുമ്പോൾ ഈ അൺകട്ട് ലെൻസ് സ്യൂട്ടബിൾ ആവുന്നത് രണ്ടാമത്തെ ലൈനിനോട്, എന്ന് വെച്ചാൽ ഔട്ടർ സൈഡിൽ നിന്ന് നമ്മൾ പോകുമ്പോൾ രണ്ടാമത്തെ ലൈൻ. ഓക്കെ, ഈ രണ്ടാമത്തെ സർക്കിളായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ദ ഡയമീറ്റർ ഓഫ് ദി ലെൻസ് ഇസ് 70. യു ക്യാൻ ചെക്ക് ദ ഡയമീറ്റർ ഓഫ് ദ ലെൻസ് ഇസ് 70. ലെൻസിൻ്റെ ഡയമീറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് പ്രോഗ്രസീവ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം. കാരണം നമ്മൾ ഫ്രെയിമിൻ്റെ ഇഫക്റ്റീവ് ഡയമീറ്റർ മെഷർ ചെയ്യാറുണ്ട്. ഫ്രെയിമിൻ്റെ ഇഫക്റ്റീവ് ഡയമീറ്റർ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഫ്രെയിമിൻ്റെ ഇഫക്റ്റീവ് ഡയമീറ്ററിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ലെൻസിൻ്റെ ഡയമീറ്റർ ഓർഡർ ചെയ്യുന്നത്. ലെൻസ് ഡയ ഷുഡ് നോട്ട് ബി മോർ ദെൻ ഇഫക്റ്റീവ് ഡയമീറ്റർ, ഇറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദെൻ ഇഫക്റ്റീവ് ഡയമീറ്റർ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇഫക്റ്റീവ് ലെൻസിൻ്റെ ഡയമീറ്റർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സർക്കിൾസ് യൂസ് ചെയ്യുന്നത്. അതിൽ നോക്കുക, ഏറ്റവും ചെറിയ ഡയമീറ്റർ 60 ആണ്, ഏറ്റവും വലിയ ഡയമീറ്റർ 75 ആണ്. അതും ഓരോ ബ്രാൻഡിനനുസരിച്ചിട്ടും വേരി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, നൗ നമ്മൾ ഇപ്പം ഇങ്ങനെ ഒരു ഇതിലേക്ക് ഈ ഒരു സർക്കിളിലേക്ക് നമ്മളിത് കോയിൻസൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം ഇതിലൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ ഒരു ഡിസൈൻ അല്ല, കൊഡാക്കിൻ്റെ ഈ ലെൻസ് അല്ല ഞാൻ കാണിക്കുന്ന അൺകട്ട് ലെൻസ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി ഉണ്ട്. എനിവേ, യു ട്രൈ ടു കോയിൻസൈഡ് ദ ഫിറ്റിംഗ് ക്രോസ്. ഓക്കെ, ഫിറ്റിംഗ് ക്രോസ് കോയിൻസൈഡ് ചെയ്യുമ്പോൾ അലൈൻമെൻറ്റ് ലൈന്, അതേപോലെ തന്നെ നിയർ സർക്കിൾ എല്ലാം അതിലേക്ക് കോയിൻസൈഡ് ചെയ്യും. ഇൻ കേസ് യു ഹാവ് കെപ്റ്റ് ദി കറക്റ്റ് ലെൻസ്. ഓക്കെ, ലെൻസിൻ്റെ ബ്രാൻഡ് സെയിം ആണ്. സെൻട്രേഷൻ ചാർട്ടിൻ്റെ ലെൻസിൻ്റെ ബ്രാൻഡും നമ്മൾ വെച്ചിരിക്കുന്ന അൺകട്ട് ലെൻസിൻ്റെ ബ്രാൻഡും സെയിം ആണെങ്കിൽ ഇറ്റ് വുഡ് കോയിൻസൈഡ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡയമീറ്റർ അറിയാൻ പറ്റും, ഫിറ്റിംഗ് ക്രോസും അതിൻ്റെ ഫിറ്റിംഗ് ഹൈറ്റും ഒക്കെ പ്രോപ്പർ അല്ലേ എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് മെഷർ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി ഇതന്നെ നമ്മൾ ലെഫ്റ്റ് ലെൻസിലും റൈറ്റ് ലെൻസിലും ചെയ്യും. ഇത് കൂടാണ്ട് നമ്മളിതാ ഈ സെൻട്രൽ സെൻട്രേഷൻ സ്കെയിൽ ഇതെങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിലൊരു 2-3
മെഷർമെൻറ്റ്സ് നമുക്ക് ചെയ്യാനുണ്ട്. ആദ്യം ഈ ഒരു ലൈന്, ദിസ് ലൈൻ ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ലൈന് വെച്ചിട്ടാണ് ഇതിനെയാണ് നമ്മൾ PD സ്കെയിൽ എന്ന് പറയുന്നത്. PD സ്കെയിൽ. അപ്പോൾ നമ്മളൊരു ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ IPD എത്രയാണ് എന്നുള്ളത് മെഷർ ചെയ്യുന്ന ഒരു സ്കെയിലാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് മെഷർമെൻറ്റ് നമുക്ക് ഇതിൽ കിട്ടുന്നത് ഒരു PD മെഷർമെൻറ്റ് ആണ്. നെക്സ്റ്റ് ഈ ഒരു യെല്ലോ ലൈൻ 0 എന്ന് കാണിക്കുന്ന ഈ ഒരു യെല്ലോ ലൈനിലായിരിക്കണം പേഷ്യൻറ്റിൻ്റെ ഫിറ്റിംഗ് ക്രോസ് അലൈൻഡ് ആയിരിക്കുക. ദറ്റ് മീൻസ് നമ്മൾ ഫ്രെയിം വെക്കുമ്പോൾ പേഷ്യൻറ്റിൻ്റെ IPD കോയിൻസൈഡ് ചെയ്യേണ്ടത് ഈ 0 ലൈനായിട്ടാണ്. അങ്ങനെ കോയിൻസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴെ 4 mm താഴെയാണ് പേഷ്യൻറ്റിൻ്റെ പ്രിസം റെഫറൻസ് പോയിൻറ്റും ഫിറ്റിംഗ് അലൈൻമെൻറ്റ് ലൈനും കോയിൻസൈഡ് ചെയ്യേണ്ടത്. നമ്മൾ മുമ്പത്തെ പ്രോഗ്രസീവ് ലെൻസിൻ്റെ മാർക്കിങ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിറ്റിംഗ് ക്രോസും പ്രിസം റെഫറൻസ് പോയിന്റും തമ്മിൽ 4 mm ഡിഫറൻസ് ഉണ്ട്. ആ ഒരു ഡിഫറൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഈ യെല്ലോ ലൈനിലായിരിക്കണം ഫിറ്റിംഗ് ക്രോസ് അലൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ 4 എന്ന് കാണിക്കുന്ന ഈ ബ്ലാക്ക് ലൈനിലാണ് ശരിക്കും പ്രിസം റെഫറൻസ് പോയിന്റ് അഥവാ സെൻട്രേഷൻ ലൈൻ ഫിറ്റിംഗ് അലൈൻമെൻറ്റ് ലൈൻ കോയിൻസൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഈ ഫിറ്റിംഗ് ക്രോസിൽ നിന്ന് അപ്പർ പോർഷനിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പർ പോർഷനിലേക്ക് ഞാൻ സാധാരണ പറഞ്ഞിട്ടുണ്ട് യൂഷ്വലി 10 mm നമുക്ക് ഡിസ്റ്റൻസ് സർക്കിൾ വിതിൻ 10 mm ആണ് ഉണ്ടാവുക. അപ്പം ഇത്ര ഹൈറ്റ് നമുക്ക് ഡിസ്റ്റൻസ് സർക്കിളിലേക്ക് വേണം. സോ ദിസ് ഇസ് ഫിറ്റിംഗ് ക്രോസിൽ നിന്ന് അപ്പർ പോർഷനിലേക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഫിറ്റിംഗ് ക്രോസിൽ നിന്ന് താഴോട്ടുള്ള മെഷർമെൻറ്റ് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിനുള്ളതാണ് ഈ താഴേക്കുള്ള ലൈന്. ഈ താഴേക്കുള്ള ലൈന് ഫിറ്റിംഗ് ഹൈറ്റ് ആണ്. ഏറ്റവും മിനിമം 13 ഫിറ്റിംഗ് ഹൈറ്റ്. അൾട്രാ ഷോർട്ട് എന്ന് നമ്മൾ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൾട്രാ ഷോർട്ട് ഫിറ്റിംഗ് ഹൈറ്റ് 13 ആണ്. ഷോർട്ട് ഫിറ്റിംഗ് ഹൈറ്റ് 15 ഉണ്ട്. റെഗുലറിൽ നമുക്ക് 18, 21 ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ 13, 15, 18, 21 എന്ന് കാണിക്കുന്നത് ഈ ഫിറ്റിംഗ് ക്രോസിൻ്റെ 0 ലൈനിൽ നിന്ന് താഴോട്ട് നമുക്ക് ഫിറ്റിംഗ് ഹൈറ്റിൻ്റെ മെഷർമെൻറ്റ് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഫിറ്റിംഗ് ക്രോസിൽ നിന്ന് പ്രിസം റെഫറൻസ് പോയിന്റിലേക്കുള്ള ചെക്ക് നമുക്ക് ചെയ്യാം. ഫിറ്റിംഗ് ക്രോസിൽ നിന്ന് അപ്പർ പോർഷനിലേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് നമുക്ക് മെഷർ ചെയ്യാം. ഫിറ്റിംഗ് ക്രോസിൽ നിന്ന് നിയർ വിഷൻ സോൺ ദാറ്റ് മീൻസ് ഫിറ്റിംഗ് ഹൈറ്റ് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. ഇനി ഈ ഒരു ട്രയാങ്കുലർ ലൈൻസ്, ഈ ആംഗുലർ ലൈൻസ് കാണിക്കുന്നത് നമ്മൾ ബ്രിഡ്ജിൻ്റെ പൊസിഷനാണ്. നെയ്സൽ ബ്രിഡ്ജിൻ്റെ ഹൈറ്റിൻ്റെ പൊസിഷൻ നമുക്ക് അലൈൻ ചെയ്തിട്ട് ഹോൾഡ് ചെയ്യാനുള്ള ലൈൻസ് ആണ് ഈ കാണിക്കുന്നത്. ഇനി ഹൗ ഡു യു യൂസ് ദിസ്? നമ്മളിത് യൂസ് ചെയ്യുന്നത് സ്പെഷ്യലി ഫോർ ഫ്രെയിംസ് ആണ്. ഇനി ഈ സെൻട്രേഷൻ ചാർട്ട് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ യൂസിങ് എ ഫ്രെയിം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം ഇതിൽ IPD മാർക്ക് ചെയ്ത ഒരു ഫ്രെയിമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. IPD മാർക്ക് ചെയ്ത ഫ്രെയിം യൂസ് ചെയ്യുമ്പം നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം, അപ്പോൾ അതിൽ ഈ ട്രയാങ്കിൾസ് ആദ്യം തന്നെ ഈ ലൈൻസ് നോക്കാം. ഈ ലൈൻസിൻ്റെ ഈ ഒരു 2 സൈഡിലുള്ള ലൈൻസ് ആക്ച്വലി നമ്മുടെ നോസ് പാഡ്സിൻ്റെ സ്പ്ലേ ആംഗിളായിട്ട് അലൈൻഡ് ആയിരിക്കണം. ഓക്കെ, സോ ഈ നോസ് പാഡ്സ് ആയിട്ട് നമുക്ക് ഏത് ലൈനിനോടാണോ ഇത് ചേർന്ന് നിൽക്കുന്നത് ആ പൊസിഷനിൽ വേണം നമ്മൾ ഈ ഫ്രെയിമിന് ഹോൾഡ് ചെയ്യാൻ. പ്ലസ് പേഷ്യൻറ്റിൻ്റെ IPD എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു ഈ 0 ലൈനിലാണ് കോയിൻസൈഡ് ചെയ്യേണ്ടത്. കാരണം ഈ 0 ലൈനാണ് നമ്മുടെ പ്രോഗ്രസീവ് ലെൻസിൻ്റെ ഫിറ്റിംഗ് ക്രോസ് വരുന്നത്. ഓക്കെ, അപ്പം ഞാൻ ആ രീതിയിലേക്ക് ഇത് പൊസിഷൻ ചെയ്യാൻ പോവാണ്. IPD 0 ലൈനിൽ അലൈൻ ചെയ്തിട്ട് നോസ് പാഡ്സ് കറക്റ്റായിട്ട് അലൈൻ ചെയ്യുന്ന ലൈന് കണ്ടുപിടിച്ച് ആ ഒരു ഡിസ്റ്റൻസിലേക്ക് ഞാനിത് എന്ത് ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇങ്ങനെ ഹോൾഡ് ചെയ്യുമ്പം ഹോൾഡ് ചെയ്യുമ്പം എൻ്റെ മെഷർമെൻറ്റ്സ് എനിക്ക് ക്ലിയർ ആയിട്ട് ഇപ്പോൾ എനിക്ക് നോക്കാൻ സാധിക്കും. വൺ തിങ്, ഓക്കെ, സോ ദിസ് ഇസ് IPD. ഞാൻ മാർക്ക് ചെയ്ത IPD ഫിറ്റിംഗ് ക്രോസിൻ്റെ ലൈനായിട്ട് അലൈൻ ചെയ്ത് ഞാൻ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഈ സമയം ഫ്രെയിമിൻ്റെ അപ്പർ റിം എന്ന് പറയുന്നത് 10ൻ്റെയും മുകളിലാണ്. ദാറ്റ് മീൻസ് 10 mm അപ്പർ സെഗ്മെൻറ്റ് മീറ്റ് ചെയ്യണം എന്ന് പറയുന്നത് മീറ്റ് ചെയ്തിട്ടുണ്ട്.
അതേപോലെ തന്നെ പേഷ്യൻ്റ് സെലക്ട് ചെയ്ത ലെൻസിൻ്റെ ഫിറ്റിംഗ് ഹൈറ്റ് ഈ ഫ്രെയിമിലേക്ക് ചേർന്നിട്ടുണ്ടോ നോക്കുക. അപ്പോൾ ഇതൊരു റെഗുലർ ഫിറ്റിംഗ് ഹൈറ്റ് വരെ നമുക്കിതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഞാനിപ്പം ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ ഫ്രെയിം സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പം നോക്കുക, ഇൻ കേസ് ഈ ഒരു ഫ്രെയിമിൽ പേഷ്യൻ്റ് ഒരു റെഗുലർ ഫിറ്റിംഗ് ഹൈറ്റ് ആണ് ഓർഡർ ചെയ്തിരുന്നെങ്കിൽ റെഗുലർ ഫിറ്റിംഗ് ഹൈറ്റ് 18 to 21 ആണ്. അപ്പോൾ 18 is within the frame. ഓക്കെ, സോ ദിസ് ഇസ് കറക്റ്റ്. രണ്ട് സൈഡിലേക്കും ഇത് കറക്റ്റാണ്. അതേപോലെ തന്നെ അപ്പർ പോർഷൻ 10 mm മീറ്റ് ചെയ്യുന്നുണ്ട്, ഡൗൺ പോർഷൻ ഫിറ്റിംഗ് ഹൈറ്റ് മീറ്റ് ചെയ്യുന്നുണ്ട്. പേഷ്യൻറ്റിൻ്റെ IPD വേണമെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്നും കൂടിയും എന്ത് ചെയ്യാൻ സാധിക്കും, അതേ ലൈനിലൂടെ ഞാൻ താഴോട്ട് കൊണ്ടുവന്നാൽ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹിസ് റൈറ്റ് ഐ ഈസ് ഓൾമോസ്റ്റ് 30 ആൻഡ് ലെഫ്റ്റ് ഐ സംവെയർ അറൗണ്ട് 29. അപ്പോൾ IPD എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെരിഫൈ ചെയ്യാൻ പറ്റും. ഫിറ്റിംഗ് ഹൈറ്റ് വെരിഫൈ ചെയ്യാൻ പറ്റും. ഫ്രെയിമിൻ്റെ അപ്പർ പോർഷനിലേക്ക് വേണ്ട 10 mm എനിക്ക് വെരിഫൈ ചെയ്യാൻ സാധിക്കും. സോ ദിസ് ഇസ് വാട്ട് ഒരു സെൻട്രേഷൻ ചാർട്ട് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫ്രെയിം സെലക്ഷൻ, പ്രോഗ്രസീവ് ഡിസ്പെൻസിങ്ങിൻ്റെ ഫ്രെയിം സെലക്ഷനിലും ലെൻസ് മെഷർമെൻറ്റ്സിലും നമുക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാർട്ടാണ് ഇത്. ലെൻസിൻ്റെ ഡയമീറ്റർ നമുക്ക് അറിയാൻ സാധിക്കും, ലെൻസിൻ്റെ ഡിസൈനിങ് കറക്റ്റ് ആണോ എന്നുള്ളത് അറിയാൻ സാധിക്കും, ലെൻസിൻ്റെ ഫിറ്റിംഗ് ഹൈറ്റ് നമുക്കറിയാൻ സാധിക്കും. അതേപോലെ തന്നെ പേഷ്യൻ്റ് സെലക്ട് ചെയ്ത ഫ്രെയിം ആപ്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മെഷർ ചെയ്ത IPD ഈ 0 ലൈനായിട്ട് കോയിൻസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പർ പോർഷൻ 10 mm, ഡൗൺ പോർഷൻ ഫിറ്റിംഗ് ഹൈറ്റ്, അതേപോലെ തന്നെ പേഷ്യൻറ്റിൻ്റെ IPD റിവാലുവേറ്റ് ചെയ്യാനെല്ലാം പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സെൻട്രേഷൻ ചാർട്ട് യൂസ് ചെയ്യാറുണ്ട് ബിഫോർ ഫിറ്റിംഗ്. ഇനി ആഫ്റ്റർ ഫിറ്റിംഗ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതൊരു ഫിറ്റഡ് ലെൻസാണ്. നേരത്തെ കാണിച്ച അൺകട്ട് പ്രോഗ്രസീവ് നമ്മൾ ഫ്രെയിമിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫിറ്റ് ചെയ്ത ഒരു സ്പെക്ടാക്കിളിൽ എങ്ങനെയാണ് നമുക്ക് സെൻട്രേഷൻ ചാർട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്? ഏറ്റവും ആദ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലെൻസ് കട്ടൗട്ട് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് ഇങ്ങനെ നോക്കുമ്പോഴും മനസ്സിലാവും ലെൻസ് കട്ടൗട്ട് ഇല്ല എന്നുള്ളത് നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ. കാരണം ഡിസ്റ്റൻസ് സർക്കിൾ ഉണ്ട്, നിയർ സോണ് ക്ലിയർ ആണ്, അപ്പോൾ കംപ്ലീറ്റ്ലി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലെൻസ് കട്ടൗട്ട് ഇല്ല. ഓക്കെ, ലെൻസ് കട്ടൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഐദർ ഈ ടോപ്പ് പോർഷൻ കട്ടായി പോവും അല്ലെങ്കിൽ ഈ ബോട്ടം പോർഷൻ കട്ടായി പോവും. ഇതിനെയാണ് നമ്മൾ ലെൻസ് കട്ടൗട്ട് എന്ന് പറയുന്നത്. ബി സൈസ് അഡിക്വേറ്റ് ഡെപ്ത്, ഫ്രെയിമിന് അഡിക്വേറ്റ് ഡെപ്ത് ഇല്ലായിരുന്നെങ്കിൽ ലെൻസ് കട്ടൗട്ട് വരാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുണ്ട്. ഇനി ഒരു സെൻട്രേഷൻ ചാർട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? ഈ ഹിഡൻ സർക്കിൾസിൽ അലൈൻ ചെയ്തിട്ട് ഈ രണ്ട് ക്രോസ് മാർക്കിങ്സിൽ അലൈൻ ചെയ്തിട്ട് നമ്മൾ ഹിഡൻ സർക്കിൾസ് പ്ലേസ് ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഹിഡൻ സർക്കിൾസ് പ്ലേസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഫിറ്റിംഗ് ക്രോസ് അലൈൻ ചെയ്യുന്നുണ്ട്, പ്രിസം റെഫറൻസ് പോയിൻ്റ് അലൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫിറ്റിംഗ് അലൈൻമെൻറ്റ് ലൈന് അലൈൻ ചെയ്തിട്ടുണ്ട്, ഡിസ്റ്റൻസ് സർക്കിള്, നിയർ സർക്കിൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു സെൻട്രേഷൻ ചാർട്ട് പെർഫെക്റ്റ് അല്ലേ എന്നുള്ളത്. ഇത് ഡിസ്പെൻസ് ചെയ്യുമ്പോൾ പേഷ്യൻ്റ് വരുന്നതിന് മുമ്പ്, ദറ്റ് ഇസ് ഡിസ്പെൻസിങ്ങിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഫിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം കറക്റ്റായിട്ടുള്ള അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് അല്ലേ എന്നുള്ളത് നോക്കുക. നമ്മൾ ചെയ്യേണ്ടത് ഈ ഹിഡൻ സർക്കിൾസ് അലൈൻ ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി അലൈൻഡ് ആയിരിക്കേണ്ടതാണ്. ഹിഡൻ സർക്കിൾസ് അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഫിറ്റിംഗ് ക്രോസ്, പ്രിസം റെഫറൻസ് പോയിന്റ്, ഡിസ്റ്റൻസ് സർക്കിൾ ആൻഡ് നിയർ സർക്കിൾ കറക്റ്റായിട്ട് ഇതായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് 19 ആണ് ഇതിൻ്റെ ഫിറ്റിംഗ് ഹൈറ്റ് വരുന്നത്. 19. ഓക്കെ, സി അത് 19 ആയിട്ടാണ് ഇത് കോയിൻസൈഡ് ചെയ്യുന്നത്. ക്ലിയർ? സോ ദിസ് ഇസ് ഹൗ ഒരു ലെൻസിൽ നമ്മൾ എങ്ങനെയാണ് സെൻട്രേഷൻ ചാർട്ട് യൂസ് ചെയ്യുന്നത്. ഇനി മറ്റൊരു കാര്യം, ഒരു പേഷ്യൻ്റ് കംപ്ലൈൻ്റ് ആയിട്ട് വരുമ്പോൾ എങ്ങനെയാണ് സെൻട്രേഷൻ ചാർട്ട് യൂസ് ചെയ്യുക? സെൻട്രേഷൻ ചാർട്ട് നമുക്ക് IPD കറക്റ്റ് ആണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടും കൂടി നമുക്ക് ഈ ലെൻസ് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഒരു പേഷ്യൻ്റ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ട്രബിൾ ഷൂട്ടിങ്ങിൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ലെൻസ് സെൻറ്റേർഡ് ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ലെൻസ് സെൻട്രേഷൻ എങ്ങനെയാണ് നമ്മൾ ഒരു ഫിറ്റഡ് ലെൻസിൽ, ദറ്റ് മീൻസ് ഫിറ്റ് ചെയ്ത് ഇതുപോലെ വൈപ്പ് ഓഫ് ചെയ്ത മറ്റേ മാർക്കിങ്സ്, പ്രോഗ്രസീവ് ലെൻസിൻ്റെ മാർക്കിങ്സ് എല്ലാം വൈപ്പ് ഓഫ് ചെയ്ത ഒരു ലെൻസിൻ്റെ സെൻട്രേഷൻ എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യാം?
എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത്. അതിന് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ലെൻസിൽ ഹിഡൻ സർക്കിൾസ് ഉണ്ട്. ഈ ഹിഡൻ സർക്കിൾസ് നമുക്ക് ഒരു ബ്രൈറ്റ് ലൈറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഡ് പവർ ഒക്കെ നോക്കുന്നത് പോലെ തന്നെ നമുക്ക് ഹിഡൻ സർക്കിൾസ് കാണാൻ സാധിക്കും. അങ്ങനെ ആ ഹിഡൻ സർക്കിൾസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഈ ഹിഡൻ സർക്കിൾസ് നമ്മൾ ഈ ഹിഡൻ സർക്കിൾസിൻ്റെ അതേ പൊസിഷനിൽ അലൈൻ ചെയ്തിട്ട് ഹോൾഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു യു. ഈ രീതിയിൽ നമ്മൾ ഹോൾഡ് ചെയ്തതിന് ശേഷം ഫിറ്റിംഗ് ക്രോസ് പോയിൻ്റാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഫിറ്റിംഗ് ക്രോസ് ഞാൻ മാർക്ക് ചെയ്യണം ഇവിടെ. ഇതൊരു ARC കോട്ടഡ് ലെൻസാണ്, ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടഡ് ലെൻസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ മാർക്കിംഗ് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എനിവേ ഞാൻ ഫിറ്റിംഗ് ക്രോസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇനി ഈ മാർക്ക് ചെയ്ത ഫിറ്റിംഗ് ക്രോസ് ഓക്കെ, സോ ദിസ് ഇസ് ദി ഹിഡൻ സർക്കിൾസ്. ആ ഹിഡൻ സർക്കിൾസിൻ്റെ സെൻട്രേഷൻ ചാർട്ട് യൂസ് ചെയ്തിട്ട് വീണ്ടും ഓർക്കുക, ഓരോ ലെൻസിനും ഓരോ സെൻട്രേഷൻ ചാർട്ട് ഉണ്ടാവും. ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ്, കാരണം ഓരോ ലെൻസിൻ്റെ ഡിസൈനിങ് ഡിഫറെൻ്റ് ആണ്. അങ്ങനെ ആ സെയിം ലെൻസിൻ്റെ നമ്മൾ ഡിസ്പെൻസ് ചെയ്ത ലെൻസിൻ്റെ സെൻട്രേഷൻ ചാർട്ട് യൂസ് ചെയ്തിട്ട് ഹിഡൻ സർക്കിൾസ് കോയിൻസൈഡ് ചെയ്തിട്ട് അതിലത്തെ ഫിറ്റിംഗ് ക്രോസ് നമ്മൾ മാർക്ക് ചെയ്യുക. ഇനി ഈ ഫിറ്റിംഗ് ക്രോസ് നമ്മൾ ഈ ഫ്രെയിം നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഫ്രെയിം രണ്ട് ലെൻസിനും നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്യണം. എന്നിട്ട് ഈ ഫ്രെയിം നമ്മൾ പേഷ്യൻറ്റിൻ്റെ ഫേസിൽ വെച്ച് ഈ കറക്റ്റ് പോയിന്റിൽ IPD കോയിൻസൈഡ് ചെയ്തിരിക്കണം. IPD കോയിൻസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു സെൻറ്റേർഡ് ലെൻസാണ്. മറിച്ച് നമ്മൾ ടോർച്ച് അടിക്കുമ്പോൾ കോർണിയൽ റിഫ്ലെക്സ് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാകും, മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാകും, താഴോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാകും, അല്ല റൈറ്റ് സൈഡിലേക്കോ ലെഫ്റ്റ് സൈഡിലേക്കോ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അതൊരു ഡീസെൻറ്റേർഡ് ലെൻസാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു പേഷ്യൻ്റ് കംപ്ലയിൻ്റ് ആയിട്ട് വരുമ്പം സെൻട്രേഷൻ ചാർട്ട് യൂസ് ചെയ്തിട്ട് ലെൻസിൻ്റെ സെൻട്രേഷൻ പ്രോഗ്രസീവ് ലെൻസ് സെൻറ്റേർഡ് ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യുന്ന പ്രൊസീജിയർ ഈ രീതിയിലാണ്. ഹിഡൻ സർക്കിൾസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സെൻട്രേഷൻ ചാർട്ട് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓരോ ലെൻസിനും ഓരോ സെൻട്രേഷൻ ചാർട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഡിസ്പെൻസ് ചെയ്യുന്ന ലെൻസിൻ്റെ സെൻട്രേഷൻ ചാർട്ട് നിങ്ങളെ കയ്യിൽ ഉണ്ടായിരിക്കൽ നിർബന്ധമാണ്. സോ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ക്വൈറ്റ് യൂസ്ഫുൾ ടു ഓൾ ഓഫ് യു. താങ്ക് യു സോ മച്ച്.